എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 19-ാം ദിവസം. ഓം നമ ശിവായ. സോമവാര വ്രത മാഹാത്മ്യം പാരായണം തുടരുന്നു. ചന്ദ്രാംഗതൻ്റെ തിരിച്ചുവരവ്. ചന്ദ്രാംഗതൻ മുതാ സർവം പരിഗ്രഹിച്ച് ഇന്ദ്രപ്രകാശ പ്രഭാവം ലഭിച്ചുടൻ യാത്ര തൊഴുതു തുരകമേറി തഥാ തത്ര നിന്നാശുഗമിച്ചു യഥാസുഖം. സർപ്പേന്ദ്രബാലനും രാക്ഷസപ്രൗഢനും കൽപ്പോടുകൂടെ പുറപ്പെട്ടു മെല്ലവേ മേളിച്ച് മൂവരും വെള്ളക്കുതിരയും കാളിന്തിവാരിയിൽ ചെന്നു പൊങ്ങിടിനാർ. മിട്ടാൽ പ്രദേശത്തിറങ്ങി കുമാരകൻ ചട്ടകാറ്റുമേറ്റങ്ങിരുന്നിടിനാൻ. രാത്രിഞ്ചരേന്ദ്രനും സർപ്പേന്ദ്രബാലനും മർത്യവേഷം ധരിച്ചത്രമേ വീടിനാർ. മാനിനി രത്നമാ സീമന്തിനി തഥാ സ്നാനാർത്ഥമായി സഖികളോടൊന്നിച്ച് മന്ദം നടന്നു യമുനാതടേ വന്നു നിന്നു തൻ കാന്തനെ കണ്ടോരനന്തരം. ദിവ്യപ്രകാശം ജ്വലിക്കയാൽ കാന്തനെ സുവ്യക്തമായി ഗ്രഹിച്ചീല സുന്ദരി. മൂവാണ്ട് കാലം കഴിഞ്ഞങ്ങിരിക്കയാൽ പൂവലാംഗം മെലിഞ്ഞെത്രയും ദീനയായി. പാരം മുഷിഞ്ഞൊരു വസ്ത്രവും ഗാത്രവും ഭൂരേണുകീർണമാന്തം തമ്മില്ല ഭാരവും കണ്ഠസൂത്രത്തോടു കൂടാത്ത കണ്ഠവും കണ്ടുടനും ചന്ദ്രാംഗതനും ഗ്രഹിച്ചില്ല. അന്യോന്യമേതും ഗ്രഹിക്കാതിരുവരും അന്യോന്യമീക്ഷണം ചെയ്തു നിന്നിടിനാർ. ചന്ദ്രാംഗതൻ തഥാ ചെന്നു സമീപത്ത് സുന്ദരി നീയാരറിഞ്ഞില്ല ഞാനിടോ. നിന്നുടെ നാമം എന്തെന്നോ എന്നോട് ചൊൽകുന്നു മന്നവൻ ചൊന്നതു കേട്ടു സീമന്തിനി തന്നെ വാർത്തയെത്താൻ ഉര ചെയ്യാതെ തന്നെ തോഴിയെ പ്രേരണം ചെയ്തു. തോഴി തൊഴുതു പറഞ്ഞു തുടങ്ങിനാൽ ഊഴി ശശാങ്കാധരിക്ക നീ വാർത്തകൾ. ചിത്രാരവർമാവെന്ന പേരായ ഭൂപന്റെ പുത്രി സീമന്തിനി എന്നു പേരാമിവൾ. ചന്ദ്രാംഗതാഖ്യാനം നൈഷദക്ഷ്മാവന്റെ സാന്ദ്രാനുരാഗൈക പാത്രമാം വല്ലഭ. തോയത്തിലേകത തോണിയും മുഴുകിയിട്ട അപായം ഭവിച്ചതു ചന്ദ്രാംഗനെന്നഹോ. വൈധവ്യ ദുഃഖേന വാഴുന്നു ഹാ കഷ്ടം ആധിയാമാ ബാധോ നിമഗ്നയാം മത്സഹി. ചന്ദ്രാംഗതൻ തൻ്റെ താതനെ ശത്രുക്കൾ വന്നു പിടിച്ചു ബന്ധിച്ചുപോൽ സുന്ദര. ഏവം വിധം മഹാദുഃഖം വഹിക്കുന്നു ദേവി സീമന്തിനി 3 വത്സരം. സോമവാരം തോറും ഈശാന പൂജയും സീമന്തിനിക്കുണ്ടുപവാസപൂർവകം. ഇന്ദുവാരവ്രതമിന്നുമുണ്ടു സഖേ വന്നിതു ഞങ്ങൾ കുളിപ്പാൻ നദീജലേ. ഏവം പരമാർത്ഥം എന്തു ചെയ്യാമിടോ ദൈവം വരുത്തുന്നതാർക്കൊഴിക്കാം സഖേ. നിന്നുടെ വൃത്താന്തമാകർണനം ചെയ്വതിന്നുണ്ടെനിക്കും ഇവൾക്കും മനോരഥം. ഗന്ധർവനോ ഭവാൻ അശ്വിനി ദേവനോ സിന്ധുജാകാന്തന്റെ പൂർണ്ണാവതാരമോ. ചക്ഷുപരിചയമുണ്ടെന്ന് തോന്നുന്നു സാക്ഷാൽ പരമാർത്ഥമില്ലതാനും സഖേ. എന്നതു കേട്ടു വിഷാദവും ശോകവും പിന്നെ പ്രമോദവും കാമവും പ്രേമവും കമ്പവും ലജ്ജയും രോമാഞ്ചവും കലർന്നമ്പോട് സർവം മറച്ചു ചൊന്നാൻ നിർവൻ. സിദ്ധവിദ്യാധരന്മാരിൽ ഏകോസ്മ്യഹം മുക്തേ വരികെന്നുര ചെയ്തു മെല്ലവേ. കർണാന്തികെ ചെന്നു ചൊന്നാൻ പതുക്കവേ പൂർണ്ണചന്ദ്രാനനെ ഖേദം ചതിക്കിനി. നിന്നുടെ വല്ലഭൻ ജീവിച്ചിരിക്കുന്നു 3 നാൾക്കിപ്പുറം ചന്ദ്രാംഗതൻ വരും. മുന്നമേ വന്നു കേൾപ്പിപ്പാൻ സുലോചനെ വന്നു ഞാനെന്നോ ധരിക്ക നീ സുന്ദരി. മുറ്റും സുമധ്യമേ നീ എന്നിയെ കണ്ടു മറ്റാരും ഇപ്പോൾ ഗ്രഹിക്കേണ്ടതല്ലിതു. എന്നുര ചെയ്യുന്ന ഭൂപാലബാലനെ സുന്ദരി സൂക്ഷിച്ചു നോക്കി തുടങ്ങിനാൾ. പ്രത്യംഗഭംഗിയും ശീലമാധുര്യവും നിത്യപ്രസന്ന ഗാംഭീര്യപ്രഭാവവും വാക്കും വപുസും വയസ്സും വിചാരിച്ചു നോക്കും വിധവും സാധു നിശ്ചയിച്ചിടിനാൾ. എന്നുടെ വല്ലഭൻ കല്യാണവാനിവൻ അന്യനല്ലേതും നമുക്കുണ്ട് നിശ്ചയം. അന്യനിൽ പ്രേമാർദ്രഭാവം ഭവിക്കുമോ ഖിന്നയാം എന്നുടെ ചിത്തത്തിലിങ്ങനെ. കാര്യവിശേഷേണ മാനസാഹ്ലാദവും സൂര്യനെ കാണാതെ പത്മം വിരിയുമോ. യുദ്ധമെന്നാകിലും പഞ്ചത്വമാർന്നൊരു മർത്യനെ പിന്നെയും ജീവിച്ചു കാണുമോ. സ്വപ്നത്തിലും പോലും വിഭ്രാന്തിയോ സ്വപ്നത്തിലും പോലും ആശ കുറഞ്ഞൊരു മൽക്കാന്ത ദർശനം സംഭവിച്ചിടുവാൻ തക്കൊരു സൗഭാഗ്യമുണ്ടോ നമുക്കഹോ. ആപത്തു വന്നാൽ ഒഴിഞ്ഞു പോകുമെന്നുള്ള താപസീ വാക്കിൻ്റെ ദിവ്യത്വശക്തിയോ. മുമ്പിൽ പറഞ്ഞൊരു ദൈവജ്ഞ വിപ്രന്റെ സമ്പന്ന ദൈവാനുകൂല്യ പ്രഭാവമോ. സോമവാരവ്രതം കൊണ്ട് സന്തുഷ്ടനാം കാമാരിദേവന്റെ കാരുണ്യസാരമോ. പാർവതീകാന്തനെ സേവ ചെയ്തിടിനാൻ സർവകാരം ഫലം സർവകാലം ശുഭം. ഓം നമ ശിവായ.
എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.